കാലത്തിനനുസരിച്ച് എനിക്കും നിങ്ങൾക്കും മാറാൻ പറ്റിയില്ലെങ്കിൽ, നമ്മൾ ടെക്നോളജികളെ ആശ്രയിച്ച് ജീവിക്കാൻ നിങ്ങൾക്ക് തയ്യാറല്ലെങ്കിൽ നിങ്ങൾക്കൊന്നും പിടിച്ചു നിൽക്കാനേ പറ്റില്ല ലോകത്ത്. ഞാൻ കേരളത്തിലെ ഒരു വലിയ ചെരുപ്പ് കമ്പനിയുടെ പേര് പറയുന്നില്ല, ചെരുപ്പ് കമ്പനിയുടെ കേരളത്തിലെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെ മീറ്റിംഗ് സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ അവരോട് ഇങ്ങനെ എടുത്തെടുത്ത് പോയി, നിങ്ങൾ ടെക്നോളജി ആഡ് ചെയ്യണം. സമ്മതിച്ചില്ല. എല്ലാം കഴിഞ്ഞപ്പോൾ ഒരു വലിയ ക്വസ്റ്റ്യൻ സെഷൻ എന്നിട്ട് ചോദിച്ചു, മോൻ പറഞ്ഞതൊക്കെ ശരിയാ, പക്ഷേ ആ കുന്ത്രാണ്ടയില്ലേ അത് ശരിയല്ല. അതായത് പുള്ളി കുന്ത്രാണ്ടെന്ന ടെക്നോളജീനെ. അപ്പോൾ ഞാൻ ചെയ്തെന്താ, ഞങ്ങൾ 4 തലമുറയായിട്ട് ചെരുപ്പ് കടയാണ്. എനിക്കൊക്കെ ഒരു കസ്റ്റമർ ഒന്ന് 10 ചെരുപ്പ് മേടിച്ചാൽ ഞാൻ മനസ്സിൽ കണക്ക് പറയും. എൻ്റെ മക്കളിൽ ഇവരൊരുത്തം വന്ന് 5 സാധനം മേടിച്ചാൽ പോലും ആ കുന്ത്രാണ്ടം വേണം. പുള്ളി കുന്ത്രാണ്ടം ഉദ്ദേശിച്ച് കാൽക്കുലേറ്ററാണ്. ആ കുന്ത്രാണ്ടില്ലാതെ കണക്കൂട്ടാൻ പോലും അറിയാൻ പറ്റില്ല. അതുകൊണ്ട് അതിനോട് എനിക്ക് യോജിപ്പില്ല എന്ന് പറഞ്ഞു. ഞാൻ വലിയ കഴിഞ്ഞ 40 വർഷം നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ലാതെ പോയി കാണും. പക്ഷേ അടുത്ത 4 വർഷത്തിനുള്ളിൽ നിങ്ങൾ ടെക്നോളജി കൊണ്ടുവന്നില്ലെങ്കിൽ ഇതുകൊണ്ട് വേറെ ആമ്പുലർ പോകും, നോക്കിക്കോളാൻ പറഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞാൽ 6 മാസം കഴിഞ്ഞപ്പോൾ ഒരു ചേട്ടൻ എന്നെ വിളിക്കുക, സാറേ ഇന്ന ദിവസം അവധിയുണ്ടോ, ഒഴിവുണ്ടോ, ഇനി ഞങ്ങളുടെ ഒരു കട ഉദ്ഘാടനം ചെയ്യാൻ വന്നം. ഞാൻ വെച്ചാൽ നിങ്ങളാരാ? സാർ എന്നാൽ കുന്ത്രാണ്ടം പറഞ്ഞ വല്യപ്പനില്ലേ, ആ വല്യപ്പൻ്റെ മൂത്ത മോനാ. എന്താ കാര്യം? ഞങ്ങൾക്ക് ഒരു കടയായിരുന്നു, ഞങ്ങൾ 3 മക്കളും അപ്പനും ഉണ്ട്. ഈ ഒരു കട 5 ഷട്ടർ വലിയ കടയാണ്. അപ്പോൾ ഈ കടയിൽ ഞങ്ങൾ ആരെങ്കിലും 2 പേര് എപ്പോഴും കടയിൽ വേണം. മുഴുവൻ ഞങ്ങൾ അപ്പനോട് 100 വട്ടം പറഞ്ഞു, ഇതൊരു നമുക്കൊരു സോഫ്റ്റ്വെയർ വയ്ക്കാൻ ചെയ്യാമെന്ന്. അപ്പൻ എന്ത് ചെയ്താൽ സമ്മതിക്കില്ല. എന്തായാലും സാറ് പറഞ്ഞിട്ടാണെന്ന് അറിയില്ല. സാറിൻ്റെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വന്ന് ഇവിടെ സോഫ്റ്റ്വെയർ വെച്ച് എല്ലാം കഴിഞ്ഞപ്പോൾ അതിന് മുമ്പ് എങ്ങനെയാണെന്നറിയോ, അതിന് മുമ്പ് ആരെങ്കിലും 2 പേര് വേണം. അപ്പോഴാണ് ഞാൻ കല്യാണം കഴിച്ചത്. പിന്നെ എൻ്റെ കല്യാണമായി, ഞാൻ അതിൻ്റെ പുറകെ പോയി. അത് കഴിഞ്ഞ് എൻ്റെ അനിയൻ കല്യാണം കഴിച്ചു. അപ്പോൾ എൻ്റെ ഭാര്യ പ്രസവിച്ചത് കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ ആരെങ്കിലും എപ്പോഴും പുറത്തായിരിക്കും, 2 പേര് എപ്പോഴും കട വേണം. സോഫ്റ്റ്വെയർ ഒക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഞങ്ങൾ ആരും വേണ്ട, കട മര്യാദയ്ക്ക് സൂപ്പറായിട്ട് പൊക്കോളൂ. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞങ്ങൾ അടുത്തൊരു കട തുടങ്ങാൻ തീരുമാനിച്ചു. ആ കടയുടെ ഉദ്ഘാടനത്തിനാണ് വിളിക്കുന്നത്. ഞാനിത് പറഞ്ഞൊരു ടെക്നോളജി എന്ന് പറയുന്ന സാധനം നിങ്ങൾ ആശ്രയിച്ചില്ലെങ്കിൽ, മീൻ കച്ചവടം ചെയ്ത് ഞാൻ ടെക്നോളജി കൊണ്ട് ഇത്രയാണെങ്കിലാണ് നിങ്ങൾക്ക് വല്ല സമയത്ത് ഇതിനേക്കാളും വലിയ ഐഡിയ ആയിരിക്കുമല്ലോ നിങ്ങളുടെ മനസ്സിലിരിക്കണം, അല്ലേ? മീൻ്റെ അത്രയും നാട്ടുള്ള സാധനം ആയിരിക്കില്ല നിങ്ങളുടെ മനസ്സിലിരിക്കണം, അല്ലേ? അപ്പോൾ ഈ നമുക്ക് എന്ത് സാധനത്തിലും നിങ്ങൾക്കറിയാവുന്ന ലോകത്ത് അവൈലബിൾ ടെക്നോളജി അടിക്കി കൊണ്ടുപോകാം. അതുകൊണ്ട് നിങ്ങൾ പാഷനെ തിരഞ്ഞെടുക്കണം. മാക്സിമം ടെക്നോളജി നിങ്ങളുടെ പാഷനകത്തേക്ക് കയറ്റണം. പ്രൊഫഷണലായി മാനേജ് ചെയ്യണം കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഫണ്ട് മാനേജ്മെൻറ്റ്. പണ്ടത്തെ പോലെ പിന്നത്തെ ഒരു കാര്യം കൂടി പറഞ്ഞാൽ നിർത്തുക, ഡെലിഗേഷൻ എന്ന് പറയും. നിങ്ങൾക്ക് ബിസിനസ്സിൽ വലുതാകണമെന്ന് ആഗ്രഹമുണ്ടോ? ആ ബിസിനസ്സിൻ്റെ MD ആണ് നിങ്ങളെങ്കിൽ, അതിൻ്റെ ഓണറാണ് നിങ്ങളെങ്കിൽ, നാളെ മുതൽ നിങ്ങൾ ഒരു കാരണവശാലും ഇന്നലെ നടന്ന കഥയിലേക്ക് നോക്കരുത്. രാവിലെ ഓഫീസിൽ പോയിരുന്നു, ഇന്നലത്തെ വൗച്ചർ മുഴുവൻ ഒപ്പിടുക, നോക്കുക, ടിക്ക് ചെയ്യുക, ഓക്കെ. ഇതാണ് നിങ്ങൾ പണിയെങ്കിൽ ഒരു കാലത്ത് നിങ്ങൾ രക്ഷപ്പെടും. അപ്പോൾ പറയും, എൻ്റെ അപ്പം പറഞ്ഞിട്ടുണ്ട് ഓരോ പൈസയും നിൻ്റെ കയ്യിൽ കൂടി വേണം പോകാനെന്ന്. അപ്പൻ്റെ കാലത്ത് ഒന്നും ഇല്ലായിരുന്നെന്ന്. നിങ്ങളുടെ ബാങ്കിൽ കിടക്കുന്ന 5 പൈസ പോയ മെസ്സേജ് വരും നിങ്ങളുടെ ഫോണിൽ. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്നറിയോ, നിങ്ങൾ നാളെ മുതൽ സാമ്പത്തികം നോക്കണാലും എന്തായാലും ഓരോരുത്തരെ ഡെലിഗേറ്റ് ചെയ്ത കാര്യങ്ങൾ കൊടുക്കണം. നിങ്ങൾ ഓഫീസിൽ കയറി ഇരിക്കേണ്ടത് ഇന്നലത്തെ പൈസ പോയ കാര്യം നോക്കാനായിരിക്കരുത്. നിങ്ങൾ ഇന്നലത്തെ അവിടുത്തെ പിള്ളേരുടെ സമരം നോക്കാനോ അവരെ വയ്ക്കാനോ വഴക്ക് പറഞ്ഞപ്പോൾ അവർ തമ്മിലുള്ള പ്രശ്നം തീർക്കാനോ ആവരുത്. നിങ്ങൾ പോയിരിക്കേണ്ടത് അടുത്ത 3 മാസം കഴിഞ്ഞ് ഞാൻ എന്തായിരിക്കണം എന്ന് ആലോചിക്കാനായിരിക്കണം. ഡെലിഗേഷൻ എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, നിങ്ങൾക്ക് അങ്ങനെ ടീമിനെ ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ, നിങ്ങളൊരു കടയാണ് തുടങ്ങിയാൽ നിങ്ങൾ ആ കടക്കകത്ത് തന്നെ ഇരിക്കും, വേറെ അങ്ങോട്ടും പോയല്ല. വിദേശത്ത് ജോലി ഉണ്ടായിരുന്ന മനുഷ്യനെ ജോലിയും കളഞ്ഞ് നാട്ടിൽ പോകുന്നു. ഇവിടെ വന്നൊരു വർക്ക്ഷോപ്പ് തുടങ്ങി. അപ്പോൾ അവൻ്റെ അധ്യാപകൻ പറഞ്ഞു, എൻ്റെ മകൻ നശിഞ്ഞ് വിദേശത്തെ ജോലിയും കളഞ്ഞ് വന്ന് വർക്ക്ഷോപ്പ് തുടങ്ങിയേക്കണം. അപ്പനെ എനിക്കറിയില്ല, മകൻ്റെ പേര് ധീരുഭായ് അംബാനി എന്നാണ്. ആ ധീരുഭായ് അംബാനി ചോർവാട് വർക്ക്ഷോപ്പ് തുടങ്ങുമ്പോൾ 1000കണക്കിന് വർക്ക്ഷോപ്പ് ഇന്ത്യയിലുണ്ടായിരുന്നു. അതിനേക്കാൾ മുമ്പ് തുടങ്ങി അതിനേക്കാൾ വലിയ വർക്ക്ഷോപ്പുകൾ. പക്ഷേ ആ വർക്ക്ഷോപ്പിൽ ആൾക്കാർക്ക് എന്തെന്നറിയോ, ആ പലക പെട്ടിപ്പുറത്ത് തന്നെ ഇരുന്നു. എന്നിട്ട് ഓരോ നെട്ടും ബോൾട്ടും, ഞാൻ വളരെ സൂക്ഷിച്ചാണ് ബിസിനസ് ചെയ്യുന്നത്, ഓരോ നെട്ടും ബോൾട്ടും അവൻ എടുത്ത് കൊടുത്തുകൊണ്ടിരുന്നു. ഇങ്ങനെ ധീരുഭായ് അംബാനി 5-6 മാസം കഴിഞ്ഞപ്പോൾ അതിനൊക്കെ കണക്കുണ്ടാക്കി കാര്യം ഉണ്ടാക്കി ആളെ വിട്ട് ആ പെട്ടിപ്പുറത്ത് അവനെ എടുത്തിട്ട് അവൻ അടുത്തതിന് പോയി. അതുകൊണ്ട് നിങ്ങളുടെ ദൈനംദിന കാര്യങ്ങളിൽ മാത്രം ഇടപഴകി അതിനകത്ത് 24 മണിക്കൂറും ചെലവഴിക്കാൻ പോയാൽ വളർച്ചയെന്ന സാധനം ഉണ്ടായാൽ നിങ്ങൾ ഇരുന്നുകൊണ്ടിരിക്കണം, അങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഒരു ടീമിനെ ക്രിയേറ്റ് ചെയ്യണം, ഡെലിഗേറ്റ് ചെയ്യണം കാര്യങ്ങൾ. നിങ്ങൾ 10 പേരെ നിയമിച്ചാൽ അത് ചിലപ്പോൾ 8 പേരും മോശക്കാരായിരിക്കും, മാറ്റിക്കോ. പക്ഷേ നിങ്ങൾ ഡെലിഗേറ്റ് ചെയ്യണം. നിങ്ങളുടെ സമയം നിങ്ങൾ ചെലവഴിക്കേണ്ടത് അടുത്ത 3 മാസം കഴിഞ്ഞ് ഞാൻ ആരായിരിക്കണം എന്ന് തീരുമാനിക്കുന്നിടത്തായിരിക്കണം. ഞാൻ ടെക്നോളജിയെക്കുറിച്ച് പറഞ്ഞില്ലേ, നിങ്ങൾ ഒരാൾക്ക് വേണം യാത്ര. അല്ലാതെ ഇന്നലെ രാവിലെ മുതൽ വൈകുന്നേരം വരെ നടന്ന എൻ്റെ കമ്പനിയിൽ ഒരു ദിവസം ഏതാണ്ട് 1800-നും 3000-നും ഇടയ്ക്ക് വൗച്ചറുകൾ വരും. ഞാനും ഷാനും കൂടി രാവിലെ പോയി ഇന്നലെ പൈസ മുഴുവൻ കറക്റ്റാണെന്ന് നോക്കാൻ അവിടെ പോയി ഇരിക്കുകയാണെങ്കിൽ വേറെ ഒരു പണി നടക്കില്ല. നിങ്ങളുടെ ചെറിയ ബിസിനസ് ആണെങ്കിൽ അതിന് അപ്പം തന്നെ ഒരു ടീമിനെ ഉണ്ടാക്കി അവരെ ഏൽപ്പിക്കണം. ആരെങ്കിലൊക്കെ വിശ്വസിച്ചേ പറ്റുള്ളൂ. ഞാൻ മാത്രമേ നല്ലോളെന്ന് വിശ്വസിച്ചാൽ നാട്ടിൽ നടക്കില്ല, ജീവിക്കാൻ പറ്റില്ല. ആരെങ്കിലൊക്കെ വിശ്വസിക്കണം. അങ്ങനെ ഡെലിഗേറ്റ് ചെയ്ത് കാര്യങ്ങൾ കൊടുത്ത് അടുത്ത 3 മാസം കഴിയുമ്പോൾ, അടുത്ത 6 മാസം കഴിയുമ്പോൾ ഞാൻ ആരായിരിക്കണം എന്നതിന് വേണം നിങ്ങൾ ആ ഓഫീസിൽ പോയി സമയം ചെലവഴിക്കാൻ. അതിന് ഞാൻ എന്ത് ചെയ്യണമെന്ന് വേണം നിങ്ങൾ ആലോചിക്കാൻ. അല്ലാതെ എല്ലാ ദിവസവും രാവിലെ പോയി തലേദിവസം കണക്ക് നോക്കി അവിടെ ഇരുന്നാൽ നിങ്ങൾക്ക് വേറെ ഒന്നും ആകാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ ഡെലിഗേറ്റ് ചെയ്യണം, പാഷനെ കണ്ടുപിടിക്കണം, ടെക്നോളജി ആഡ് ചെയ്യണം, പ്രൊഫഷണലായി മാനേജ് ചെയ്യണം. എല്ലാ കാര്യങ്ങളും ഡെലിഗേറ്റ് ചെയ്യുന്ന ഒരു ടീമിനെ നിങ്ങൾ ഉണ്ടാക്കണം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കൊണ്ടുവന്നാൽ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾ കൊണ്ടുവന്നാൽ മാറ്റം നിങ്ങൾ ഉദ്ദേശിക്കുന്നിടത്തല്ല.